Welcome to Learnino. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് അല്ലേ. അതിൽ തന്നെ ഒരുപാടധികം ടൈപ്പുകൾ ഉണ്ട്. ലൈക്ക് ഫസ്റ്റ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെ ലീനിയർ, നോൺ ലീനിയർ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ പിന്നെയും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് തന്നെ പിന്നെയും കുറെ അധികം ടൈപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് അതിന്റെ ഒരു കമ്പോസിഷൻ എങ്ങനെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് മെയിൻ ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഇന്ന കാര്യത്തിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ ഏതാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റെസിസ്റ്ററിന്റെ കമ്പോസിഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊരു തിയറട്ടിക്കൽ പാർട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ഷനിലായിരിക്കാം ആ സൈസ് വരുന്നത്. അതിന്റെ സൈസില്, ഷേപ്പില്, പവർ ഡിസിപ്പേഷൻ ക്യാപ്പബിലിറ്റിയില്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പാരാമീറ്റേഴ്സിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് നമ്മൾ ആദ്യം പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ലീനിയർ റെസിസ്റ്റർ ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റർ. ലീനിയർ റെസിസ്റ്റർ ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റർ. അപ്പൊ എന്താണ് ഫസ്റ്റ് ലീനിയർ റെസിസ്റ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം, എന്നിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് linear resistor. Linear resistors are defined as resistors in which current value is directly proportional to voltage applied across them. Linear resistor എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ പറയുന്നത്? In which the current value is proportional, directly proportional to voltage ആയിട്ടുള്ള റെസിസ്റ്ററുകളെയാണ് നമ്മൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയാം. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഏത് ലോ ഫോളോ ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആയിരിക്കും? യെസ്, ഓംസ് ലോ അല്ലെ. ഓംസ് ലോയിൽ നമ്മൾ എന്താണ് V is equal to IR എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ അത് ലീനിയർ ആയിട്ട് ഉള്ള റെസിസ്റ്റേഴ്സ് ഫോളോ ചെയ്യും. ഓംസ് ലോ ഫോളോ ചെയ്യും ലീനിയർ റെസിസ്റ്റേഴ്സ്. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഓംസ് ലോ ഫോളോ ചെയ്യാത്ത റെസിസ്റ്ററുകളാണ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സിൽ വരുന്നത്. നമ്മൾ അതിന് ശേഷം കാണും. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്താണ് ഈ ലീനിയർ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിൽ ദി പ്രൊഡ്യൂസ് വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് an electric current flows through them. ഇലക്ട്രിക് കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇനി നമുക്ക് ഈ ലീനിയർ റെസിസ്റ്ററിൽ തന്നെ അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് റെസിസ്റ്റർ ആൻഡ് വേരിയബിൾ റെസിസ്റ്റർ. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ? യെസ്, അതിന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോഴോ നമുക്ക് വേരി ചെയ്യാൻ നമുക്കറിയാം. പൊട്ടൻഷ്യോമീറ്റർ അല്ലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന നമ്മളൊരു എക്സാമ്പിൾ ആണ് വേരിയബിൾ റെസിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫിക്സഡ് റെസിസ്റ്ററിലും വേരിയബിൾ റെസിസ്റ്ററിലും. എഗെയിൻ നമുക്ക് ഫിക്സഡ് റെസിസ്റ്ററിൽ കുറേ അധികം ടൈപ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ഫിക്സഡ് റെസിസ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ the main characteristics of fixed resistor is that their value is fixed, constant resistance value and cannot be changed. ഇപ്പൊ ഒരു ഫിക്സഡ് റെസിസ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതിന് ഇത്ര റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് വേരി ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വാല്യൂ നമ്മളിപ്പോ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഫിക്സഡ് ഇത്ര ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. Okay, ഇനി ഇതിലെ wide range of resistor materials are used for manufacturing fixed resistors. Fixed resistors manufacture ചെയ്യാനായിട്ട് ഒരുപാടധികം മെറ്റീരിയൽസ് യൂസ് ചെയ്തത് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പല പ്രോപ്പർട്ടീസ്, ടോളറൻസ്, കോസ്റ്റ്, നോയ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേരി ചെയ്ത് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറെ ടൈപ്പ് ഉണ്ട്, തിക് ഫിലിം, തിൻ ഫിലിം, അതിലും പിന്നെ കുറെ ക്ലാസിഫിക്കേഷൻ, വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നമ്മളിപ്പോ പറഞ്ഞത് ലീനിയർ റെസിസ്റ്റർ, ഇത് കൺഫ്യൂഷൻ ആവരുത്. ലീനിയർ റെസിസ്റ്ററിലാണ് നമ്മൾ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ, സബ് ഡിവൈഡഡ് ഇൻടു ഫിക്സഡ് റെസിസ്റ്റർ ആൻഡ് വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫിക്സഡ് റെസിസ്റ്റേഴ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫിക്സഡ് റെസിസ്റ്ററിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തിക് ഫിലിം, തിൻ ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ലാസ്റ്റ് നമ്മൾ ഈ പഠിച്ചതെല്ലാം കൂടെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ചാർട്ട് പോലെ കാണിക്കാം, അപ്പൊ നമുക്ക് അതൊന്ന് ഓർത്തെടുക്കാൻ എളുപ്പമുണ്ടാവും. സോ
ഫസ്റ്റ് ആണ് നമ്മൾ ഫിക്സഡ് റെസിസ്റ്ററിലെ ഒന്നാമത്തെ ഒരു ടൈപ്പ് ആണ് തിൻ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത്. തിൻ ഫിലിം റെസിസ്റ്ററിന് പിന്നെയും അതിന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഇത് എന്താ നോക്കാം. തിൻ റെസിസ്റ്റർ ആർ കമ്പോസ്ഡ് യൂസിങ് ഹൈ ഗ്രിഡ് സെറാമിക് റോഡ് ആൻഡ് റെസിസ്റ്റീവ് മെറ്റീരിയൽ. A thin layer of resistive material is coated onto insulating substrate. Insulating substrate like നമ്മൾ ഒരു thin layer of resistive material coat ചെയ്യാണ്. Such as an insulating rod, tube or plate made up of high ceramic substance or a glass. And the resistive element for thin film resistor is about അതിന്റെ റെസിസ്റ്റീവ് എലമെന്റ് എത്ര വരുന്നുള്ളതാണ് പറയുന്നത് 1000 ആംസ്ട്രോങ്സ് ആണ് അത് വരുന്നത്. ആൻഡ് ദീസ് റെസിസ്റ്റേഴ്സ് ആർ ബെസ്റ്റ് നോൺ ഫോർ ബെറ്റർ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, ലോ പാരസിറ്റിക് ഇൻഡക്ടൻസ്, ലോവർ കപ്പാസിറ്റൻസ് ആൻഡ് ലോ നോയ്സ്. ഫസ്റ്റ് അതിന്റെ മാനുഫാക്ചറിങ്, അതിൽ വരുന്ന എന്താണ് അതിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ അതിന്റെ റെസിസ്റ്റീവ് എലമെന്റ് എത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നമുക്ക് എന്താണ് ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ബെറ്റർ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അതേപോലെ ലോ പാരസിറ്റിക് ഇൻഡക്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. In a thin film, resistors are mostly used for microwave, active, passive power elements, including power resistors, power terminations, and power attenuators. അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടേക്കാണ്. നമ്മൾ കൂടുതലും തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടേക്കാണ്. അതേപോലെ തന്നെ ദീസ് റെസിസ്റ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ആപ്ലിക്കേഷൻസ് റിക്വയറിംഗ് ഹൈ ആക്യുറസി ആൻഡ് ഹൈ സ്റ്റെബിലിറ്റി ആവശ്യമായിട്ട് വരുന്ന അവിടെ നമ്മൾ തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇനി ഏതൊക്കെയാണ് ആ തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, തിൻ ഫിലിം റെസിസ്റ്റേഴ്സിൽ വരുന്നതാണ് കാർബൺ ഫിലിം റെസിസ്റ്ററും മെറ്റൽ ഫിലിം റെസിസ്റ്ററും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ താഴെ കുറെ ഓപ്ഷൻസ് കൊടുക്കും. തിക് ഫിലിം റെസിസ്റ്റർ ആണ്, തിൻ ഫിലിം റെസിസ്റ്റർ ആണ്, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ ആണ്, കാർബൺ കമ്പോസിറ്റ് റെസിസ്റ്റർ ആണ്, ഏതാണെന്ന് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയണം കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിൻ ഫിലിം റെസിസ്റ്റർ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് ഇൻ ഡെപ്തിൽ റെസിസ്റ്ററിന്റെ ടൈപ്പിനെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കൂ, ഇവിടെ കാണിച്ചിട്ടുണ്ട് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്. ദീസ് ആർ റെസിസ്റ്റേഴ്സ് വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ റോഡ് ആൻഡ് ആർ ഫോംഡ് യൂസിംഗ് ഹൈ ക്വാളിറ്റി സെറാമിക് മെറ്റീരിയൽ കോൾഡ് സബ്സ്ട്രേറ്റ്. ഓക്കെ, substrate ആയിട്ട് high quality ceramic material ആണ്. A relatively thin layer of resistive carbon is used around the rod. അപ്പം substrate around നമ്മൾ ഒരു thin layer of resistive carbon ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. Because of very low noise and wide operating range, carbon film resistors are mainly used in electric circuits. വളരെയധികം applications ഉണ്ട് കാർബൺ ഫിലിം റെസിസ്റ്ററിന്. അടുത്തത് മെറ്റൽ ഫിലിം റെസിസ്റ്റർ ആണ്. In terms of construction, the metal thin film resistors are similar to carbon resistors. These resistors use metal instead of carbon. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഹൈ ക്വാളിറ്റി സെറാമിക് മെറ്റീരിയൽ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ കൊടുക്കുന്ന തിൻ ലെയർ കാർബൺ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ കാർബൺ ആണ് യൂസ് ചെയ്തിരുന്നത്. കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോൾ മെറ്റൽ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ ആ കാർബണിന് പകരമായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഒരു മെറ്റൽ ആയിരിക്കും യൂസ് ചെയ്യുക. Okay, the metal thin resistors can have metal oxide, nickel, chromium or metals and glass composition ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ mixture of metal and glass is known as metal glaze and acts as a resistive film. അതും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് കുറച്ചും കൂടെ ചീപ്പ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ആണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ തിൻ ഫിലിം റെസിസ്റ്ററിൽ വരുന്നതാണ് കാർബൺ ഫിലിം റെസിസ്റ്ററും അതേപോലെ തന്നെ മെറ്റൽ ഫിലിം റെസിസ്റ്ററും. അടുത്തത് നമ്മൾ തിക് ഫിലിം റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് thick film resistor. The manufacturing process of thick film resistor is almost the same as a thin film resistor. The only difference is that there is a thick film or a layer in a thick film resistor instead of a thin film resistor and thick film resistor. Manufacturing wise നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തിൻ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ ഒരു തിൻ ലെയർ ആണ് യൂസ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ തിക്ക് ലെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറച്ചുകൂടെ എന്നുള്ളതല്ല, ഫിലിം യൂസ്ഡ് ഇൻ ദീസ് റെസിസ്റ്റേഴ്സ് ഇസ് thousand times thicker than thin film resistors ആയിരിക്കും. thick film resistors are composed using a mixture of ceramics and powdered glass ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ thick film resistors are always നമുക്ക് ലോ കോസ്റ്റിലും അവൈലബിൾ ആയിട്ട് ഉള്ള റെസിസ്റ്റേഴ്സ് thick film resistors വരുന്നുണ്ട്. ഇനി അതിലുള്ള ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മളിപ്പോ തിൻ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൽ കാർബൺ ഫിലിം റെസിസ്റ്ററും മെറ്റൽ ഫിലിം റെസിസ്റ്ററും പറഞ്ഞ പോലെ തന്നെ തിക് ഫിലിം റെസിസ്റ്റേഴ്സിൽ ഏതൊക്കെയാ വരുന്നത് നോക്കാം. ഓക്കെ, തിക് ഫിലിം റെസിസ്റ്ററിന്റെ ടൈപ്പുകളാണ് ഫ്യൂസിബിൾ റെസിസ്റ്റർ, സെമറ്റ് ഫിലിം റെസിസ്റ്റർ ആൻഡ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫ്യൂസിബിൾ റെസിസ്റ്റർ, സെമറ്റ് റെസിസ്റ്റർ ആൻഡ് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ.
Fusible resistor എന്ന് പറയുമ്പോൾ are the type of resistors that may get fused if a circuit power rating increases above the particular value. In such a case, these resistors typically break or open the entire circuit. These resistors are mainly used in television amplifier and many other expensive electronic circuits. ഓക്കെ, അതിന്റെ ഒരു ഓമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 ohms ലെവൽ. ഇപ്പൊ ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെയാണ്. ഇപ്പൊ ഈ റെസിസ്റ്ററുകൾക്കെല്ലാം പേരിട്ടിരിക്കുന്നത് അതിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് അല്ലെ. ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് നമുക്കിപ്പോൾ ഓരോ റെസിസ്റ്ററും ഏതൊരു കമ്പോണന്റ് ആണെങ്കിലും അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ പവർ റേറ്റിംഗ് എഴുതിയിട്ടുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ ആയിരിക്കും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ ഒരു ഇതില് നമ്മൾ സർക്യൂട്ടിൽ നമ്മൾ ഇത് ഫ്യൂസിബിൾ റെസിസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ റേറ്റിംഗ് ഒരു അതിന്റെ പർട്ടിക്കുലർ വാല്യൂലേക്കാൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ് ഫ്യൂസ് ആയി പോകും. Okay, that may get fused if a circuit power rating increases above the particular value. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ് അത് ഫ്യൂസ് ആയി പോകുമ്പോൾ എൻറ്റയർ സർക്യൂട്ട് അത് ബ്രേക്ക് ആയി സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും. ഇപ്പൊ ടെലിവിഷനിലും ആംപ്ലിഫയേഴ്സിലൊക്കെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഓമിക് വാല്യൂ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 ohmsനേക്കാളും കുറവാണ്. രണ്ടാമത്തേതാണ് cement film resistor. It is made up by wrapping a carbon or metal alloy layer around the ceramic insulation material. ഒരു സെറാമിക് ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ പുറത്ത് നമ്മൾ റാപ്പ് ചെയ്ത രീതിയിൽ കാർബൺ അല്ലെങ്കിൽ മെറ്റൽ അലോയ് റാപ്പ് ചെയ്ത രീതിയിലാണ് cement film resistor ഉള്ളത്. The internal area consists of ceramic material while the outer area is fixed in ceramic metal known as cermet. അതായത് അതിന്റെ ഒരു ഇന്റേണൽ ഏരിയ എന്ന് പറയുന്നത് സെറാമിക് മെറ്റീരിയൽ ആണ് ഉണ്ടാവുക. ഔട്ടർ ഏരിയയിൽ ഒരു ഫിക്സഡ് സെറാമിക് മെറ്റൽ, അതിനെയാണ് സെർമെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ഇൻ എ റെക്ടാങ്കുലർ ആൻഡ് സ്ക്വയർ ഷേപ്പ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സാധാരണ റെസിസ്റ്റർ പോലെയല്ല, റോഡ് ടൈപ്പ് ആയിട്ടല്ല, ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പില് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നമ്മൾ ഈ റെസിസ്റ്റർ കാണുന്നത്. Furthermore, the pins are installed under the resistor and attached with the printed circuit board placed inside the resistor. Cement film resistors are best known for their stable performance in high temperature. അതേപോലെ തന്നെ ഇതിന്റെ പിന്നുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റുള്ള റെസിസ്റ്ററുകളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് സെർമെറ്റ് റെസിസ്റ്റർ വരുന്നത്. അതേപോലെ തന്നെ ഇത് പറയുന്നത് ഏതൊരു ഹൈ ടെമ്പറേച്ചർ വരുന്ന ഒരു കണ്ടീഷനിൽ പോലും എന്താണ് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിനകത്ത് സെർമെറ്റ് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആൻഡ് thick film resistor മൂന്നാമത്തെ ടൈപ്പ് ആണ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ. മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ബൈ ഓക്സിഡൈസിങ് എ thick film or tin chloride layer on a heated glass rod. അവിടെ ഹീറ്റഡ് ഗ്ലാസ് റോഡ് ആണ് സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്നത്. അതിന് മുകളിലേക്കാണ് നമുക്ക് oxidizing thick film or tin chloride layer വരുന്നത്. These type of resistors are manufactured with various resistance ranges and are suitable for high temperature. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ. അപ്പോൾ നമ്മൾ thick film resistor ഏതൊക്കെയാ പറഞ്ഞത്? ഫ്യൂസിബിൾ റെസിസ്റ്റർ, cement film resistor and metal oxide resistor. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നത്, നമ്മളിപ്പോ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ലീനിയർ റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ലീനിയർ റെസിസ്റ്ററിൽ തന്നെ നമുക്ക് ഫിക്സഡ് റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും ഉണ്ടായിരുന്നു അല്ലെ. ആ ഫിക്സഡ് റെസിസ്റ്ററിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിൽ തിക് ഫിലിം പറഞ്ഞു, തിക് ഫിലിമിന്റെ അഗെയിൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, തിൻ ഫിലിം പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്ററും അതേപോലെ വയർ വൂണ്ട് റെസിസ്റ്ററും. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിക്സഡ് റെസിസ്റ്ററിന്റെ ടൈപ്പ് കഴിയും. അപ്പൊ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പോസ്ഡ് യൂസിങ് എ mixture of carbon granules and binder elements. The arrangement is structured in a shape of small rod, but these resistors are comparatively large compared to other resistors. ഇതൊരു റോഡ് ഷേപ്പിൽ തന്നെയാണ്. മിക്സ്ചർ ഓഫ് കാർബൺ ഗ്രാനുൾസ് ആൻഡ് ബൈൻഡർ എലമെന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനേക്കാൾ കുറച്ചും കൂടെ വലുതായിരിക്കും കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, കാർബൺ കമ്പോസിറ്റർ റെസിസ്റ്റേഴ്സ് സഫർ ഫ്രം എ ലാർജ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും? അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. അപ്പൊ കാർബൺ കമ്പോസിറ്റർ റെസിസ്റ്ററിൽ എന്താണുള്ളത്? NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് വരുന്നത്. ഓക്കെ, and the last one is wire wound resistor. Wire wound resistors are composed by winding the higher resistance wire around the general resistance. അതായത് ഒരു ജനറൽ റെസിസ്റ്റൻസിൽ നമ്മൾ ഒരു ഹയർ റെസിസ്റ്റൻസ് വയർ
around നമ്മൾ wind ചെയ്ത പോലെയാണ് wire bond resistor ഉണ്ടാവുക. These resistors have metallic bodies to help them in heat sink mounting. This means these resistors may become too hot during the operations and therefore they are housed around thin metal core. Moreover, wire bond resistors are best known for high power rating and low resistance value. Resistance value കുറവും ഹൈ പവർ റേറ്റിംഗ് ഉള്ള റെസിസ്റ്റർ ആണ് വയർ ബോണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഓപ്പറേഷൻ ടൈമിലൊക്കെ തന്നെ വളരെയധികം ടു ഹോട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു റെസിസ്റ്ററും കൂടിയാണ് വയർ ബോണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഫിക്സഡ് റെസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. അതിനകത്ത് നമ്മൾ തിൻ ഫിലിം റെസിസ്റ്റർ പറഞ്ഞു, തിക് ഫിലിം റെസിസ്റ്റർ പറഞ്ഞു, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ പറഞ്ഞു, വയർ ബോണ്ട് റെസിസ്റ്റർ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിക്സഡ് റെസിസ്റ്ററിന്റെ കേസ് എന്തായിരുന്നു? നമുക്ക് ആ റെസിസ്റ്ററിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വേരിയബിൾ റെസിസ്റ്ററിന്റെ കേസ് അങ്ങനെയല്ല, അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യും അല്ലെ. അപ്പോൾ most variable resistors are controlled using a dial, knob, screw or manually by appropriate mechanical movements. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ പോട്ട് എന്ന് പറയും അല്ലെ, റിയോസ്റ്റാറ്റ്. അപ്പൊ ഇതിലൊക്കെ ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ ഒരു ഡയൽ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നോബ് വെച്ചിട്ടായിരിക്കാം, സ്ക്രൂ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മാനുവലി മറ്റെന്തെങ്കിലും ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ്, അത് ചിലപ്പോ ലീനിയർ ആയിട്ടുള്ള മോഷൻ ആയിരിക്കാം, റോട്ടറി ആയിട്ടുള്ള മോഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ ആ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് വാല്യൂ വരുന്നത്. The variable resistor contains fixed resistor component and a sliding arm that typically damps onto the main resistor component. അപ്പോൾ ഇതിലൊരു ഫിക്സഡ് റെസിസ്റ്റർ കമ്പോണന്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്ലൈഡിംഗ് ആം ഉണ്ടാവും. This eventually adds 3 connections to the device, such as 1 connection linked to the slider and 2 connection attached with the fixed component. അപ്പോൾ ഇതിൽ 3 connections ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഒരെണ്ണം സ്ലൈഡറിലേക്കും മറ്റു രണ്ടെണ്ണം ഫിക്സഡ് കമ്പോണന്റിലേക്കും വരുന്നത് വഴി. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇനി കുറെ അധികം ടൈപ്സ് ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്. അപ്പൊ നമുക്ക് അത് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതിനെ നമ്മൾ വേരിയബിൾ കമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് എന്നും പറയും. പൊട്ടൻഷ്യോമീറ്റർ refers to a 3-terminal device designed for adjusting the voltage level in the circuit. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് എത്ര ടെർമിനൽസ് ഉണ്ട്? 3 ടെർമിനൽസ് ഉണ്ട്. In this arrangement the resistance remain constant between the 2 terminal. Moreover, the third terminal is attached with the moving conductor. Wiper ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. Okay, which is again connected to control shaft. The wiper can be rotated to arrange the value of resistance accordingly. അപ്പോൾ wiper നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നത്. ഇതിനെ വേരിയബിൾ കമ്പോസിഷൻ റെസിസ്റ്റർ എന്നൊരു പേരും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ റിയോസ്റ്റാറ്റ്, അതേപോലെ തന്നെ ട്രിമ്മർ റെസിസ്റ്റർ. ഇതും വേരിയബിൾ റെസിസ്റ്ററിൽ വരുന്നതാണ്. ഇപ്പൊ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്, റിയോസ്റ്റാറ്റ് ക്യാൻ ബി either 2-terminal or 3-terminal device designed mainly to limit the current with manual operation. അതായത് കറണ്ട് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 2-terminal ഉണ്ട്, 3-terminal ഉണ്ട്. Rheostat are manufactured by wire winding nichrome resistors around ceramic rod assembled further in a protective shell in terms of construction. These resistors are also called variable wound resistor or tapped resistors. ആ ഒരു പേരും കൂടെ ഓർത്ത് വെക്കാം. റിയോസ്റ്റാറ്റിനെ നമ്മൾ വേരിയബിൾ വൂണ്ട് റെസിസ്റ്റർ അല്ലെങ്കിൽ ടാപ്ഡ് റെസിസ്റ്റർ എന്നുള്ള ഒരു പേരിലും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ട്രിമ്മർ റെസിസ്റ്റർ. Okay, an additional screw attached with a potentiometer or variable resistor resulting in better operation and efficiency is a type of trimmer resistor. നമ്മൾ നോർമലി ഉള്ള പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്ററിൽ ഒരു അഡീഷണൽ സ്ക്രൂ കൂടെ വരുന്നതാണ് ട്രിമ്മർ റെസിസ്റ്റർ. The main advantage of this resistor is that the resistance value can be arranged by changing the screw position. എന്തിനാ ആ സ്ക്രൂ വെച്ചിരിക്കുന്നത്? വെറുതെ വെച്ചിരിക്കുന്നതല്ല, ആ സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് റെസിസ്റ്റേഴ്സ് ആർ ജനറലി കമ്പോസ്ഡ് ഓഫ് കാർബൺ ഫിലിം, കാർബൺ കമ്പോസിഷൻ, സെർമെറ്റ്, വയർ മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ട്രിമ്മർ റെസിസ്റ്റർ. ഫൈൻ. Now we move on to നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ടൈപ്പ് ആണ്, ദാറ്റ് ഈസ് നോൺ ലീനിയർ റെസിസ്റ്റർ. നോൺ ലീനിയർ റെസിസ്റ്ററിൽ നമുക്ക് ഏതൊക്കെയാ വരുന്നത് നോക്കാം. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് ആർ റെസിസ്റ്റർ ഇൻ വിച്ച് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദം changes only with the change in applied voltage or the temperature. ഓക്കെ, അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെയുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് ഓൺലി വിത്ത് ചേഞ്ച് ഇൻ അപ്ലൈഡ് വോൾട്ടേജ് ഓർ ദ ടെമ്പറേച്ചർ ആണ്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യം ഓംസ് ലോ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതിൽ നമുക്കിനി സബ് ഡിവിഷൻസ് ഉണ്ട്, ഓരോന്ന് എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് വൺ തെർമിസ്റ്റർ. ഓക്കെ,
Thermistors are those type of resistors in the resistance changes significantly with the change in temperature. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ തെർമിസ്റ്റർ എന്ന് പറയുന്നത്. And these resistors are heat sensitive to terminal device. Heat sensitive ആയിട്ടുള്ള to terminal device ഏതാണ് എന്ന് ചോദിച്ചാൽ thermistor. The resistance of these resistors is inversely proportional to the given temperature. Although there are many thermistors, the two most common one are NTC and PTC. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റേഴ്സും അതേപോലെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റേഴ്സും. NTC എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൻഡ് their resistance decrease when temperature increase. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നതാണ് NTC. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് and their resistance increases when temperature increases. Okay, main ആയിട്ട് നമ്മൾ തെർമിസ്റ്റർ യൂസ് ചെയ്യാൻ primarily used as thermal protection component or temperature sensor ആയിട്ടാണ് നമ്മൾ നോർമലി തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നോൺ ലീനിയർ റെസിസ്റ്റർ ഏതാ നോക്കാം. ഓക്കെ, അടുത്തത് ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ LDR അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റർ ആണ്. they are also called നമ്മൾ LDR എന്ന് പറയുമെങ്കിൽ അതിന്റെ ഫോട്ടോ റെസിസ്റ്റർ കൂടി പറയാം. these are resistors in which the resistance changes with the level of light. ലൈറ്റിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറുന്നത് കൊണ്ടാണ് അതിന് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുന്നത്. തെർമിസ്റ്ററിൽ എന്താ പറഞ്ഞത്? ടെമ്പറേച്ചറിന്റെ ചേഞ്ചിനനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യണു എന്നാ പറഞ്ഞത്. പക്ഷെ LDRല് ലൈറ്റിന്റെ ഇൻസിഡന്റ് ലെവൽ അനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫോട്ടോ റെസിസ്റ്റർ അല്ലെങ്കിൽ ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ എന്ന് പറയാനുള്ള കാരണം. The resistance significantly decreases when the intensity of light increases. അതായത് റെസിസ്റ്റൻസ് ലൈറ്റ് ഇൻക്രീസ്, ഇൻസിഡന്റ് ലൈറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. These resistors find their use in various sensor applications and are considered as a cost effective solution. കൂടുതലും നമ്മളൊരു സെൻസർ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ LDR യൂസ് ചെയ്യുക. They are most commonly used to differentiate light or dark situations. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. And next is varistor. വാരിസ്റ്റർ എന്ന് പറയുന്നത് വേരിയിങ് റെസിസ്റ്റർ എന്നുള്ള വാക്കിൽ നിന്നാണ് നമുക്ക് വാരിസ്റ്റർ എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ദാറ്റ് ക്യാൻ വേരി ദെയർ റെസിസ്റ്റർ അക്കോർഡിംഗ് ടു അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചിട്ടാണ് ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. Varistors contain non-linear resistance which is entirely dependent on the voltage applied across the varistor. Once the voltage reaches a specific threshold limit, varistor resistance drop at a faster speed. It is important to note that here each time varistor has a spike, the properties may change slightly. Okay, അതിൽ തന്നെ നമുക്ക് ഇനിയും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ അതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ടെങ്കിലും MOV എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Okay, and the last one is surface mount resistors. Surface mount resistors അതിനെ നമ്മൾ SMD എന്നും പറയും. അത് ഡിഫറെന്റ് പാക്കേജ് സൈസ് ആൻഡ് സ്ട്രക്ചറിൽ അവൈലബിൾ ആണ്. എന്നാലും അതിനൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ആൻഡ് ദേ ആർ യൂഷ്വലി കമ്പോസ്ഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ ഫിലിം ഓഫ് റെസിസ്റ്റീവ് മെറ്റീരിയൽ. പിന്നെ അതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് ഈ കളർ കോഡ് ബാൻഡ് ഒക്കെ നമുക്ക് സഫിഷ്യന്റ് അത് കൊടുക്കാനുള്ള സ്പേസ് ഒന്നും അതിനകത്ത് കാണില്ല. പകരം അതിൽ എന്താണുള്ളത്? കണ്ടെയ്ൻ 3 നമ്പർ യൂണിക്കോഡ് ദാറ്റ് വർക്ക് സിമിലർ ടു കളർ കോഡ്. നമ്മൾ സാധാരണയുള്ള റെസിസ്റ്റേഴ്സിലെ കളർ കോഡ് എങ്ങനെയാണോ അതുപോലെ ഇതിനകത്തൊരു യൂണിക് കോഡ് ആയിരിക്കും ഇതിനകത്തുണ്ടാവുക. സർഫസ് മൗണ്ട് ടെക്നോളജി വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ് SMD എന്ന് പറയുന്നത്. ഇറ്റ്സ് ബെസ്റ്റ് നോൺ ഫോർ പ്രൊവൈഡിംഗ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ്. ഓക്കെ, സോ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സും നമ്മൾ കണ്ടു. ഫസ്റ്റ് ലീനിയർ, നോൺ ലീനിയർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ ലീനിയറിൽ നമ്മൾ ഫിക്സഡ് റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും കണ്ടു. പിന്നെ നോൺ ലീനിയറിലും കുറേ അധികം ടൈപ്സ് കണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സും നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ ഒരു കമ്പാരിസൺ ടേബിൾ വെച്ച് നമുക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാം. സോ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ നമ്മൾ ആദ്യം ലീനിയർ റെസിസ്റ്റേഴ്സും പിന്നെ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സും ആണ് പറഞ്ഞത്. ലീനിയർ റെസിസ്റ്റേഴ്സിൽ വി ഹാവ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് വേരിയബിൾ റെസിസ്റ്റേഴ്സ് അല്ലെ. അത് നമ്മൾ ഫിക്സഡ് റെസിസ്റ്റേഴ്സിൽ പിന്നെയും നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് തിൻ ഫിലിം റെസിസ്റ്റർ, തിക് ഫിലിം റെസിസ്റ്റർ, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ ആൻഡ് വയർ വുഡ് റെസിസ്റ്റർ. തിൻ ഫിലിം റെസിസ്റ്ററിൽ നമുക്ക് മെറ്റൽ ഫിലിം റെസിസ്റ്ററും കാർബൺ ഫിലിം റെസിസ്റ്ററും ഉണ്ട്. അതുപോലെ തിക് ഫിലിം റെസിസ്റ്ററിലാണെങ്കിൽ ഫ്യൂസിബിൾ റെസിസ്റ്റർ, സെർമെറ്റ് റെസിസ്റ്റർ ആൻഡ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ. ഇനി നമ്മുടെ വേരിയബിൾ റെസിസ്റ്ററിലാണ് പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ട്രിമ്മർ റെസിസ്റ്റർ. പിന്നെ നമ്മൾ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സിലാണ് തെർമിസ്റ്റേഴ്സ്, ഫോട്ടോ റെസിസ്റ്റേഴ്സ്, വാരിസ്റ്റർ, SMD. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ എല്ലാ റെസിസ്റ്റേഴ്സിനും അതിനുള്ള മറ്റു പേരുകൾ ഉണ്ടെങ്കിൽ അത്, അതേപോലെ അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്താണ്, അതിന്റെ മെയിൻ കമ്പോസിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. താങ്ക് യു.